നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാൻ ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജു ചേട്ടാൻ, പ്രജോദ് ചേട്ടാ. ഒരു സ്കിറ്റ് എടുക്കട്ടെ. മനുകുമാരി ഉണ്ട്, ദീപു ഉണ്ട്, കൂടെ സൈച്ചേട്ടനുണ്ട്. വിളിക്കട്ടെ. വെൽക്കം ഇവരെ മൂന്നുപേരെ. அன்பான அனைவருக்கும் வணக்கம். மதுரை மாவட்டம் பாலமேடு அழகநல்லூர் பொங்கல் நிகழ்ச்சியில் இறங்கி வரும் கங்காயம் புள்ளிக்குளத்தை சேர்ந்த மாடுகள் ஜல்லிக்கட்டு திருவிழா. இதுவரை இந்த போட்டியில் யாராலும் மடக்க முடியாத காளையான முத்துவை வெல்பவருக்கு 5 லட்சம் ரூபாய் பிரைஸ் வழங்கப்படும் ஜல்லிக்கட்டு திருவிழா. ഹലോ ഹലോ, ആ നിങ്ങൾ എവിടാ മനുഷ്യ? ഞാൻ മധുരയില്. മധുരയിലോ? ഓ, ഇവിടെ എന്തെടുക്കുവാ? നമ്മൾ ഒരു തേവർക്ക് ശേഷം പൈസ കൊടുക്കാറില്ലേടി. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ പറഞ്ഞ ആ പൈസ ഇപ്പൊ കൊടുക്കണമെന്ന് പറയുന്നു. ഇപ്പൊ എങ്ങനെ കൊടുക്കും നമ്മള്? അതാ പിന്നെ വേറെ ഓപ്ഷൻ പറഞ്ഞു പുള്ളി. ഇവിടെ ഈ പുള്ളി ഈ ജല്ലിക്കെട്ടും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ ജല്ലിക്കെട്ടിൽ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലാത്തൊരു കാളയുണ്ട്. ഈ കാളയെ ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാശ് ഇനി കൊടുക്കണ്ടെന്ന്, കൂടാതെ ഒരു 5 ലക്ഷം രൂപയും കൂടി ഇങ്ങോട്ട് തരാന്ന്. കൊള്ളാം. നാട്ടുകാരുടെ കുത്ത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ ഇപ്പൊ കാളയുടെ കുത്തുള്ള നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോയത്? ഒന്ന് ചേട്ടാ, നിങ്ങൾക്ക് വീട്ടിൽ പൂച്ചയെ വരെ പേടി. നിങ്ങൾ എന്തോ ഉദ്ദേശിച്ച? അതിനല്ലേ ഞാൻ നമ്മളെ ഈ കറവക്കാരൻ സ്വനപാലനെ കൂടെ കൊണ്ടുവന്നത്. സ്വനപാലകൻ? സ്വജനപാലൻ. സ്വജനനെയൊക്കെ എന്തോത്തിന് കൊണ്ടുപോയതാ നിങ്ങള്? എടി, അവൻ ഈ കറവയെ കുറിച്ചറിയാം, പശുവിനെ കുറിച്ചറിയാം, 2 കൊമ്പിന്റെ വ്യത്യാസം അവൻ നിന്ന് ചെയ്തോളൂന്ന്. അവൻ സമ്മതിച്ചോ? അതിന് അവന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവന്റെ അടുത്ത് ഞാൻ ഒരു പശുവിനെ വാങ്ങിക്കാൻ പോണെന്ന് പറഞ്ഞോട്ട് കൊണ്ടുവന്നേല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കാണിക്കുക, എനിക്കൊന്നും അറിയത്തില്ല. നീ ഒന്ന് വെച്ചിട്ട് പോയേ. வந்திருக்கிற இடம் சூப்பரா. இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன்மா. பட்டைய களம்பளா பேச்சு மட்டும் தாண்டா சைலண்டா இருக்கும். ஆனா அடி சரா வெடி புகை மன നാറ്റം. അത് ഈ പശുവും കാളയൊക്കെ ഉള്ളല്ലേടാ, അതിന്റെ ഒരു സംഭവമാണ് സംഭവം. ഞാൻ വിജയിയുടെ ഡയലോഗ് പറഞ്ഞിടാ. പിന്നെ അല്ലാതെ വിജയിയുടെ കട്ട ഫാനല്ലേ. ഒരു സന്തോഷ വാർത്ത അളിയാ. അളിയൻ ഇപ്പൊ പശുവിനെ മേടിക്കുമല്ലോ. ആ പശുവിനെ മേടിച്ചിട്ട് അളിയന്റെ പശുവിന്റെ കറവയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കറവ നിർത്താൻ പോവുകയാണ്. കറവ നിർത്താൻ പോടാ? വിജയ് സാർ സിനിമ നിർത്താൻ പോയല്ലേ, ഒരു സിനിമയുടെ കഴിഞ്ഞ് നിർത്താൻ പോകുന്നു. അതേപോലെ ഞാനും കറവ നിർത്താൻ പോകും. അതിന് വിജയ്ക്ക് കറവയൊന്നും ഇല്ലായിരുന്നല്ല. എടാ, നിനക്കൊരു കാര്യം അറിയാവോ? പുള്ളി സിനിമയാണ് നിർത്തിയിട്ട് പോയിട്ട് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോണോ. നീ നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പോണ്ടാ? എടാ, ഞാൻ ഗൾഫിൽ പോവും. ഗൾഫിൽ പോവും? ഗൾഫിൽ പോയിട്ട് സാർ എന്ത് ചെയ്യാൻ പോണ്? അവിടെ പോയിട്ട് ഒട്ടകത്തിനെ കറക്കും. അത് പിന്നെ ഇവിടുത്തെ കറവയായിട്ട് ബന്ധമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കറക്കണമല്ലേ, നമ്മളതാണ് പറഞ്ഞത്. ഇതെന്താ അമ്പലത്തിൽ പ്രസാദമൊക്കെ തിന്നല്, അത് ചാണകമാണ്. ഈ ചാണകമൊക്കെ ആരെങ്കിലും പോഞ്ഞുണ്ടോ? ഖൗ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് 85ാമത്തെ പേജിൽ 4ാമത്തെ വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോന്ന്? ഈ ചാണകം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ പശുവിന്റെ ക്വാളിറ്റി എന്താണെന്ന്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ ചെറുക്കൻ, ഞാൻ ഡിഗ്രി അല്ലേടാ, ഡിഗ്രി MK ആണ്. MK എന്ന് വെച്ചാ മോർണിംഗ് കറവ. കാര്യങ്ങൾ എനിക്കറിയാം. ഈ തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. പശുക്കളെ ഒന്നും കെട്ടിട്ടില്ല, അതിനൊക്കെ അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. നിനക്ക് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഈ തമിഴ്നാടും കേരളവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈ പണ്ട് ഈ കന്യാകുമാരി കേരളത്തിലായിരുന്നു. ഈ കേരളത്തിൽ നിന്ന് ഈ കന്യാകുമാരി അങ്ങോട്ട് കൊടുത്തിട്ടല്ല തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചത്. അങ്ങനെ ശരിയാവും? എന്ത് ചെയ്യാവുന്നത്? കന്യാകുമാരി കുഴപ്പമില്ല, ഒരു ചാല് വിട്ടിയാൽ നമുക്ക് തള്ളിയാൻ കടലോട്ട് നീക്കാം. പാലക്കാടിന് എങ്ങനെയാണ് വലിച്ചടിച്ചു കൊണ്ടുവന്നത്? ഭയങ്കര പാടല്ലേ. നീ പറഞ്ഞപ്പോണ് കേട്ടോ ഞാനും ശ്രദ്ധിച്ചത്. പക്ഷെ നിന്നെ പോലെ ബുദ്ധിയുള്ളവരൊന്നില്ലടാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായി. അതാണ് സംഭവം. നമ്മൾ ഈ ജേഴ്സി ഇട്ടുകൊണ്ടുവന്നില്ലേ? നമ്മൾ ഏത് പശുവിനെ വാങ്ങുന്നത്? ജേഴ്സി പശുവിനെ. അപ്പൊ പിന്നെ ജേഴ്സി വേണ്ടേ? നീ പുള്ളി പശുവിനെ മേടിക്കാൻ വന്നിട്ട് എന്റെ മുഖം മൊത്തം പുള്ളി അടിച്ചു വിട്ടാനല്ലടാ. നല്ല രസമല്ലേടാ? അത് ആരെ സംഭവം? ആരാണ് ഇതൊക്കെ? ഇതാണ് സംഭവം, ജല്ലിക്കെട്ട്. ഇവിടെ ഒരു പൂത്ത പണക്കാരനുണ്ട്, ഒരു തേവര്. പുള്ളിയാണ് ഈ ജല്ലിക്കെട്ട് നടത്തുന്നത്. സത്യം, പുള്ളി പണ്ട് ഈ പാലക്കാട്. മതി എനിക്കറിയാം. പാലക്കാട് നിന്ന് പുള്ളി തമിഴ്നാട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ സംഭവങ്ങളായി. പിന്നെ തമിഴ് ആയതുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് മലയാളം പറഞ്ഞാൽ ഇതിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലെ സംഭവം പുള്ളി ആദ്യം ഇതിന് കൂടുതൽ എന്ത് പറയാ? പുള്ളി ആദ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് നല്ല പശുവിനെ മേടിച്ച് നൈസിന് അങ്ങ് പോവാം. ധൈര്യമായിട്ട്. അപ്പൊ നീ ഒമ്മന മക്കളെ നീയും കണ്ടിട്ടുണ്ടല്ലേ? അല്ലാതെ എന്തിനാ അടിച്ചത്? நான் கவுண்டர் தானே, അതുകൊണ്ട് அதான் என்ட்ரியில அங்க அடிச்சது. அல்லாத என்கிட்ட ஒண்ணுமே இல்லை. അത് ഞങ്ങൾക്കറിയല്ല. വന്താച്ചല്ലേ?
വണ്ടാച്ചല്ലേ അല്ല മലയാളം പറയാന്ന് പറഞ്ഞായിരുന്നു ആ. നീ പറയാം കുഴപ്പമില്ല. വന്നായിരുന്നല്ലേ ആ, വന്നായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുവാണ് എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇതാരാണെന്ന് മനസ്സിലായില്ല പുള്ളിയാണ് ഇറങ്ങണത് ഇത് ഇറങ്ങണത് இறங்கணவனா അതെ 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 நீங்க தானா ரொம்ப தைரியசாலி எனக்கு உங்களை ஒருபாடு பிடிச்சிருக்கு எனக்கு உங்க மாதிரி தைரியசாலியாയ ആമ്പളകളെ ரொம்ப பிடிச்சிருக்கு ரொம்ப பிடிச்சிருக்கு ഈ എടുത്തോ. ദേ, ഇങ്ങനെ ശരിയല്ല കേട്ടോ എടാ ആ കാണുന്ന മീശ മാത്രമേ ഉള്ളൂ ആള് പച്ചപ്പാലി വെള്ളോടാ ஏய், உங்க பேர் என்ன എന്റെ പേരാ സ്വജനൻ സോജനൻ അത് എന്നാ പേര് നമ്മ ഏരിയയിൽ മാടുകൾക്ക് കൂടെ ഇടാത്ത പേര് ചോജന എന്നാ ചോജനാ പേരാണ് ഒരുത്തന്റെ ഐഡന്റിറ്റി എന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛനെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു ഓ മൈ ഡാഡ് എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വലിയ ഒരാളായിരുന്നു നിങ്ങളുടെ അച്ഛനെന്ന്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് പഠിപ്പിച്ചു തന്ന നിന്റെ അച്ഛന്റെ പേരെന്തുവാ? ചൊക്കളി മണിയെ ചൊക്കളി മണിയെ നന്നായിട്ട് ചേരും ആ പേര് അതല്ലേ? നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല ഞാൻ അതല്ല യാദിക്കുന്നത്. ഓ. എവിടെയോ ഞാൻ ഉങ്ങളെ പാത്തിട്ട് ഇருக்கு പാലക്കാട്. അയ്യോ സാറേ ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. ഞാനിവിടെ ഒരു കൊച്ചു കറവ നടത്തുന്നു. എന്റെ അപ്പച്ചൻ നിക്കോളാസ് കുറുവിള വല്യപ്പച്ചൻ പിന്നെ ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിക്കാമോ? ഏയ് ഉനക്കെന്ന പുരിയലേ என் முத்து എന്ന് പറഞ്ഞ സൂപ്പർ. என் മുത്തിനെ யாராலும் അഴിക്ക മുടിയലേ. കൊണ്ടു ആ മുത്തുമാല ഇപ്പൊ ഞാൻ അഴിച്ചിട്ടേരാ ഞാൻ കൊണ്ടുവരുവാ. അവ ഇഷ്ടം പോലെ മുത്തടിക്കുന്ന என்ன பேச்சு பேச்சிட்டு இருக்கீங்கடா? പുള്ളിയുടെ പശുവിനെ വേടിടാ പോവാടാ. ஓய் இங்க வாங்க. ஆ. நீங்க தானே ஆளு? ഓ இங்க வாங்க. ഞാനാണ്. வா. நீங்க வந்து ആ. இந்த കയറെ പിടിയുങ്കോ. പൈസയും കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ആദ്യം ചെയ്യണം മൂക്ക് കയറി നമുക്ക് ഇടണം. എങ്കിലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ போச்சா ഇല്ല. കണ്ടാച്ചാ? ഒന്നും കണ്ടില്ല അതിനുമ്പ് പോയില്ലേ അത് താൻ അവങ്ങളെ വലിച്ചോണ്ട് പോയത് ഏൻ മുത്തു അല്ലേ? അല്ലേ പിന്നെ ആര് അന്വേഷിക്കണ്ടേ മുത്തുവിലേക്കാള് സിന്ന കാളെ. ഏൻ മുത്തുവിന്റെ വളി ഇപ്പടി അല്ലേ? മുത്തുവിന്റെ വളി ഉങ്ങൾക്ക് പാക്കണമാ? എടുക്കടാ, എടുക്കടാ, കാളെ ഉടമ്പേക്ക. எடுத்துக்கடா, മാടാ எடுத்துக்கடா. எப்படி இருக்கு? நான் பறந்தா இந்த ஜல்லிக்கட்டு மகோത്സവം அப்படித்தான் இருக்கு. തമിഴ്നാട്ടിലെ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടു. എങ്ങനെയുണ്ടാ എങ്ങനെയുണ്ട് അടിപൊളി. ഇനിയും കറങ്ങുന്നുണ്ട് കുറെ സ്ഥലം. 4 സെന്റ് വസ്തു വെച്ചൊക്കെ താമസിച്ചാലാ നന്നായിരിക്കണം. നീ മത്സരം ആരംഭിക്കലാമാ? ഓ പിന്നെന്താ ആരംഭിக்கலாம் പോട്ടിയെ ആരംഭിക്കലാമാ? നല്ല കാര്യം. ഞാൻ തളർന്നു വന്നതാണ്. ഓട്ടിയും ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കാം. என்னடா பேச்சு பேச்சிட்டு இருக்கீங்க? എന്തൊരു പറയണത്? நீங்க எதுக்குங்கடா இந்த இருந்து குசுகுசுக்குற? നമ്മളെ പശുവിനെ മേടിക്കാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. அங்க എന്ത് സംഭവം ஏய் പുള്ളി ஆரம்பிக்கலாமா? ആ പിന്നെന്താ ആരംഭിக்கலாம் கலாட்டை ஆரம்பிக்கலாமா? പെറോട്ട ഉണ്ടെന്ന് നേരത്തെ പോട്ടിയും മരിച്ചു ഇപ്പൊ പെറോട്ട ഉണ്ടെന്നൊക്കെ പറയാം கலாட்டை ஆரம்பிக்கலாமா? ആ പിന്നെന്ത് யாரு ഇവൻ ஏன் முத்துவினை தோப்பிക്കുന്നവർക്ക് 5 ലക്ഷം രൂപ ഞാൻ കൊടുത്തിടുവേൻ. നീ ഷൈൻ ചേടാ ഒരു കാര്യം ചെയ്യ്. നീ അങ്ങനെ തോപ്പിച്ചിട്ട് 5 ലക്ഷം രൂപ നീ മേടിക്കാൻ നോക്ക്. ചെല്ലടാ നിനക്ക് പറ്റൂടാ. എടാ ഞാനല്ലേ ഇറങ്ങുന്നത് നീയാണ് ഇറങ്ങുന്നത് ഞാനാ? ഓ എടാ ഞാൻ പശുവിനെ മേടിക്കണം പറഞ്ഞാ നീ എന്നെ കൊണ്ടുവന്നത് ഇവിടെ. 5 ലക്ഷം രൂപ കിട്ടും ഇത് കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പശു നമുക്ക് വാങ്ങിച്ചൂടെ நான் போய் என் முத்துவினை கூப்பிட்டுட்டு வரான். ஆഘോஷமா ஆரம்பிக்கடா. முத்துவே என் செல்லம் நான் வந்துட்டு இருக்கீங்கடா. ഞാൻ പറ നീ എടാ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതല്ല ഇത് ഈസി കേസാണ് നമ്മൾ പശുവിനെ കറക്കുമല്ല ഈ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ സാധാരണ അതിനകത്ത് നിക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ടാ. അതിനകത്താണ് എടാ, നീ ടെൻഷൻ അടിക്കണ്ടാന്ന്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറയുന്നത്. അടിപൊളി അതിനിടയ്ക്ക് അങ്ങ് തയ്യാറായില്ലേ സൂപ്പർ നല്ല ആള് തന്നെടാ നീ. ഒരു പശുവിനെ മേടിക്കാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ എന്താ മേടിച്ചു വെച്ചേക്കുന്നത്. ടെൻഷൻ അടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടെന്ന് வாங்கடா முத்துவே வாங்க. நில்லடா. பாத்தாடா என் முத்துவே. எப்படா என் முத்து? എടാ രൂപ മാത്രമേ ഉള്ളൂ കുഞ്ഞു മനസ്സാണ് എടാ ഞാൻ പോത്തിന്റെ അടുത്ത് ഒന്നും കാര്യം പറഞ്ഞ് മനസ്സിലാക്കടാ. എടാ പൊട്ട അത് പോത്തല്ല കാള. ആ വെള്ളം വെള്ളം എന്നിട്ട് ഇങ്ങനെ പോത്തിന്റെ അടുത്ത് പറഞ്ഞ ഞാൻ കളി അങ്ങോട്ട് എന്തായാലും നീങ്ക ഇങ്ങ നിക്കണത് നന്നായി. മുത്തുവനെ റെഡ് കളർ പ്രാന്ത് പിടിച്ചില്ലേ? മുത്തുവേ അറ്റാക്ക് பண்ணுங்கடா പോയടാ. അതിന്റെ കൊമ്പിൽ പിടിയടാ അതിന്റെ മുഴ പിടിയടാ അതിന്റെ പുഴ പിടിച്ചാൽ ചവിട്ടൂലി. അതിന്റെ മുതുകിലിരിക്കുന്ന മുഴ പിടിയടാ മിണ്ടായിരിക്കും അങ്ങോട്ട്
കിക്ക് പണ്ടിക്ക് എടാ, അടിച്ചിട്ട് 5 ലക്ഷം 5 ലക്ഷം. ഇടിയടാ, അമ്മേ, ഇടിയടാ. ഇടിക്ക്, ഇടിക്ക്, ഇടിക്ക്. ഇടിയടാ. ഇടി, ഇടി. മുത്തു, നീ തോക്കരുത്, എഴുന്നേറ്റ് ഇടിയടാ. എടാ, എഴുന്നേറ്റ് ഇടിയടാ. ഇടിയടാ. ഇളവി ഇരിക്കരുത്. ഇടിക്കരുത്. എടാ, വീഴടാ. ഒന്ന് വീഴടാ. എടാ, ഒന്ന് വീഴടാ. എടാ, ഇത് ഏത് കാളയോടാ പറയുന്നത്? എടാ, ഒന്ന് വീഴടാ. എടാ, ഇടിച്ചെടാ. എടാ, ഇടിച്ചെടാ. എന്തോ പറയാനാ വീശ പറഞ്ഞാ എടാ എടാ ഒന്ന് വീഴടാ കാളെ വീഴടാ കാളെ ഉണ്ടള വീടാ കട്ടുപറയും എടാ താഴെ വീട് വീഴ്ത്തി എന്റെ കാളയെ വീഴ്ത്തി അയ്യോ അവൻ വീട് ഞാൻ മുത്തു വിജയിച്ചിരിക്കണേ എന്റെ മുത്തുവേ ഒളിഞ്ഞു പോയാനെ എന്തായാലും രക്ഷപ്പെട്ട് പറ്റൂല ഞാൻ മുത്തു വിജയിച്ചിട്ട് എനക്ക് തരാനുള്ള കാശല്ല ഇങ്ങ തന്നിരിക്കടാ നമ്മളെടുത്തിട്ട് ചവിട്ടി ഇടിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരാനാ അളിയാ വാടാ നമുക്ക് പോവാണ് ഇവിടെ ഇല്ലല്ല പൈസ എല്ലാവരും കോപ്പൂല പോവാ അറിയില്ല മുത്തുവേ അടിക്കും നിങ്ങളെ അടിക്കും എന്റെ മുത്തു ഇവിടെ ഉള്ളപ്പോ എന്നെ ഇടിക്കും ഇടിക്കുമെന്ന് മുത്തു ഇവിടെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് യാറും എന്നെ ഇടിക്കാവ സമ്മതിക്ക മാട്ടെ മുത്ത് ഞാനല്ലേ പറഞ്ഞത് നിങ്ങളെ മുത്തൂടെ ഉള്ള സമയത്ത് വേറെ ആരും ഇടിക്കുകയെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു ലോജിക്ക് മിസ്റ്റേക്കും ഇല്ല മുത്ത ഇവിടെ നിൽക്കുമ്പോ പുറത്തുനിന്ന് ആരും വന്നിടിക്കാവൻ സമ്മതിക്കത്തില്ല അവന് തന്നെ എന്നെ ഇടിക്കും ഗംഭീര സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈഡി ഇവർക്ക് 4 പേർക്കും. 3 പേര് ഇവിടെ ഉണ്ട്. കാള നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി. ഷാജൻ ചേട്ടാ കിടുക്കാച്ച് സ്കിറ്റായിരുന്നു. കിടുക്കാച്ച് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെടുത്തൊരു ഒരു സ്ട്രെയിൻ അതിന് എഴുന്നേറ്റ് ഞാനൊരു കൈഡത്. ഒരു ഡൗട്ട്, നമ്മുടെ ശ്രീജു എവിടെ പോയി? ശ്രീജു പിന്നെ സ്കിറ്റിന് കയറാനായിട്ടെല്ലാം നിന്നതാണ്. അപ്പൊ പെട്ടെന്ന് അവന് തൊണ്ടക്ക് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു, വോയിസ് റെസ്റ്റ് പറഞ്ഞു. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. ആണോ? അങ്ങനെ പിന്നെ നമുക്ക് കയറേണ്ടത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സജീവനെ പെട്ടെന്ന് പഠിപ്പിച്ച് കയറ്റിയതാണ്. എത്ര സമയം എടുത്തു സജി ഇത് പഠിക്കാനപ്പോ? ഒരു ഞങ്ങൾ കൂടി വന്ന ഒരു 3 പ്രാവശ്യം 2 സ്കിറ്റിന് മുന്നെയാണ് സജി നമിച്ചിരിക്കുന്നു. സജി എന്റെ പൊന്നോ, അടിപൊളിയായിരുന്നു സജി. ഗംഭീരമായിട്ട് സജി അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഇവർ രണ്ടുപേരുമായിട്ട് ശ്രീജു ഭയങ്കര കോമ്പിനേഷൻ ആയിട്ട് കിടക്കുന്ന ഒരു ടീമാണ് ഇവർ, അറിയാലോ. അപ്പൊ പെട്ടെന്ന് സജി കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതെന്താ, അയ്യോ സജിയാണോ ഇത് എന്താകും എന്നുള്ളത്. പക്ഷേ സജി ഒരു സമയത്ത് പോലും അല്പം പോലും ഡൗൺ പോയില്ല. ഗംഭീരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നല്ല സ്കിറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസിംഗ് ഒക്കെ ദീപുവിൻ്റെ ഒക്കെ അത് ആദ്യം തന്നെ സജി കയറി നമുക്ക് രജിസ്റ്റർ ആക്കി തന്നു. അത് ആ ഒരു കോൺസെപ്റ്റ് തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ മനുവിൻ്റെ ഇന്നത്തെ ഗെറ്റപ്പ് അടിപൊളിയായിരുന്നു. മനു ഒരു നിമിഷം പോലും ഒരു നമുക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും കാണിക്കാതെ ദീപവും മനുവും കൂടി നിന്ന് ഗംഭീരമാക്കി. അടിപൊളിയായിരുന്നു. പേഴ്സണലി ഞാൻ ഒരുപാട് ചിരിച്ചു. കാരണം എനിക്ക് തോന്നുന്നില്ല മലയാള ടെലിവിഷൻ രംഗത്ത് കോമഡി ഷോയിൽ ഇതേപോലൊരു കണ്ടന്റ് എടുത്തുകൊണ്ട് വന്ന് ഏതെങ്കിലും ഒരു ടീം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ തെറ്റാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് വളരെ ഫ്രഷായിട്ട് തോന്നി. അതിന് നിങ്ങൾക്ക് എത്ര കൈഡ് കിട്ടിയാലും മതിയാവില്ല. നിങ്ങൾ അതിനുവേണ്ടി പണിയെടുത്തു എന്നുള്ളതാണ്. അതിനൊപ്പം നമ്മുടെ ജല്ലിക്കെട്ട് കാളയുടെ ഒപ്പം അടിയിൽ നിന്ന് നമ്മുടെ 2 പേര്, നമ്മുടെ വിനിലും നമ്മുടെ വിഷ്ണുവാണ്. അവരുടെ മുഖം ഒന്ന് കണ്ടാലോടാ. തീർച്ചയായിട്ടും അവർ 2 പേരും ഒന്ന് വേദിലോട്ട് വിളിക്കുമോ? ഒന്ന് മനു ഒന്ന് വിളിക്കുമോ 2 പേര്? വിനിലെ, വിഷ്ണു, ഇതേപോലൊരു സ്കിറ്റിന് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പം എന്താണ് ആദ്യം തോന്നിയത്? ചേട്ടാ, ഇപ്പോൾ ഇവരെന്തായാലും നമ്മളെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അവർക്കൊപ്പം നിന്നിട്ട് എന്ത് കാര്യമാണ്? നമ്മുടെ ഈ കണ്ടന്റ്, അതായത് പിന്നെ ഈ ജല്ലിക്കെട്ടിന്റെ കണ്ടന്റ് വന്ന് രാജേട്ടനോട് പിന്നെ ശശാങ്കൻ സംസാരിച്ചപ്പോഴത്തേക്കും ശശാങ്കൻ ചേട്ടനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്, നമുക്കൊരു കാളയെ കൊണ്ടുവരാന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത്. പിന്നെ തന്നെ രാജേട്ടന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തു. അതിന് അവർക്ക് 2 പേർക്കുള്ള നന്ദിയും കൂടെ പറയുകയാണ്. പിന്നെ അഭിതണൻ, നമുക്ക് ആ ഫസ്റ്റ് തമിഴ് ആ വോയിസ് അഭിതണനാണ് പിന്നെ അത് നമുക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ അറിയാലോ. നമുക്ക് അഭിജിത്തിന്റെ വോയിസ് കേൾക്കുമ്പോൾ അറിയാം. സ്പെഷ്യൽ കൈയടി അറിയിക്കുന്നുണ്ട്
കാളയായിട്ടും മയിലായിട്ടും ഒക്കെ പരകായ അതെ വിഷ്ണു പറ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവര് പറഞ്ഞു അവരുടെ കൂടെ കൂടി, അത്രേ ഉള്ളൂ. ആ കാളയുടെ അകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നേരെ വന്നിട്ട് മീശയൊന്ന് നന്നായിട്ട് പിരിച്ചു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും നല്ല കൈയടി. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഗംഭീരമായിരുന്നു. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക അല്ല, ഇത് എന്താണെന്നറിയോ, ഷാജോൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. കാര്യം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു കോണ്ടന്റ് എടുക്കാനായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. അതായത് ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെ തമാശയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും തമാശയായിരുന്നു. അത്ര മനോഹരമായിട്ട് 3 പേരിൽ നിന്ന് തകർത്ത് അഭിനയിച്ചെന്ന് വേണം പറയാൻ. ദീപു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോടാ. അതവരെ നിങ്ങൾ 3 പേരും കേട്ടോ. അകത്തിരുന്നൊരു പറയാനും പറ്റില്ല. ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. സംഭവം ജല്ലിക്കെട്ടാണ് വിഷയങ്ങൾ, വെടിക്കെട്ട് സ്കിറ്റാണ്. നിങ്ങൾ മത്സരിക്കാൻ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ശ്രീജുവിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഒക്കെ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അവിടേക്ക് സജി വരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 2 സ്കിറ്റ് എന്ന് പറയുമ്പം ഇതിനു മുമ്പ് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുത്ത ടൈമിംഗ് ആയിരിക്കും. ആ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞൊരു ഉഗ്രം കൈയടി സജിക്കുന്ന കോമ്പിനേഷൻ. ദീപു ഒരു രക്ഷയിൽ ആറാട്ടായിരുന്നു കേട്ടോ. ദീപുവിന്റെ ആറാട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പോക്ക് പോയിട്ട് പിന്നെ കയറയിൽ അങ്ങ് പോവാ. എന്നിട്ട് തമിഴ്നാട് മുഴുവൻ കണ്ടു. ഒരു വലിയ വലിച്ചുണ്ടെങ്കിൽ പോയിട്ടേ തമിഴ്നാട് മുഴുവൻ കണ്ടു. കുറച്ച് സ്ഥലങ്ങളെ. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മള് ഈ പറയുന്ന പോലെ അറിയാതെ വിഷ്വലൈസ് ചെയ്യും. പിന്നെ മനു വന്നിട്ട് ഈ കൗണ്ടറായിട്ട് കറക്റ്റ് വന്നു, മത്സരം വന്നു. എനിക്ക് ചിരി വന്നൊരു സംഭവമുണ്ട്. മനു കാള ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ മനു വീടാ ഇല്ല പാളി പോയല്ലേന്ന് പറഞ്ഞു. അതെന്താണ് സംഭവം മനു? അത് ഇവൻ വീഴേണ്ടതാണ്. ഇവൻ മുതുകത്ത് തൂങ്ങിക്കിടക്കാം. കാള തോറ്റി. ക്ലൈമാക്സ് പൊളിഞ്ഞത്. ഞാൻ തന്നറിയാമോ, മറ്റേ ഉണ്ടല്ലോ അത് ഇളവും. മനസ്സിലായി. ഇതിന് ഏതെങ്കിലും ഒരു കാള വീണാ മതി. കൗണ്ടർ കാളയോട് ഒന്ന് വീഴടാ. അല്ല ജീവ, ഇതിനകത്ത് മറ്റേ സാധനം തെർമോക്കോൾ ഒന്ന് പൊങ്ങിയല്ലോ. ദീപുവിന്റെ ലക്ഷ്യം അതാ. അതിനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കുക എന്നുള്ളതാണ്. പോയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോവുകയാണ്. അതുപോലെ സജി തുടക്കം മുതൽ കേട്ടോ, സജിയുടെ ഒരു ക്യാരക്ടർ ഏൽപ്പിച്ചാൽ സജി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണം എന്നുള്ളത് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. ഇതിനപ്പുറത്തേക്ക് ആരും ചെയ്യാത്ത രീതിയിൽ, ആരും ചെയ്യേണ്ട എന്ന് രജിസ്റ്റർ ചെയ്ത ഒരു ഉഗ്ര സ്കിറ്റ് നിങ്ങൾ ചെയ്തു. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. അപ്പൊ നമ്മള് മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജല്ലിക്കെട്ട് കാണാൻ കൗണ്ടറെ കുടുംബം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട മനു കുമ്പാരിയുടെ ഫാമിലി ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാണ്. മനു, എന്തോ വൈഫിന്റെ പേരെന്താടാ? രേഷ്മ. രേഷ്മ. എത്ര മക്കളാ? 2 പേരോ? 2 പേര്. അവരുടെ പേരെന്താ? മോന്റെ പേര് ഹരൻ, മോളുടെ പേര് ഹരിനിക. ഹരിനിക. രേഷ്മ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഹോം മേക്കറാണ്. അടിപൊളി. എന്താണ് മനുവിന്റെ ഒരു വീട്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? വീട്ടിലുള്ളപ്പോൾ എന്തൊക്കെയാണ് തമാശകൾ, സ്കിറ്റുകളൊക്കെ എഴുതുകയാണോ അതോ എന്താണ്? വീട്ടിലും തമാശയൊക്കെ പറയും. തമാശ പറയും. ചൂണ്ടയിടലാണ് മെയിൻ. ചൂണ്ടയിടലാണോ? അങ്ങനെ ചൂണ്ടയിട്ടാണോ നീ? ചൂണ്ടയിടലാണ്. അല്ല, ഇപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ കൊടുത്ത് പരിചയപ്പെടുത്തുമോ? അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. ഓക്കെ, എന്താ പേര്? എന്റെ പേര് സോമലാൽ. ചൂണ്ടയിടാറുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച. ഇവര് ചൂണ്ടയിടൽ മേറ്റ്സ് ആണ്. മനു മിമിക്രി അല്ലാതെ പിന്നെ ഓട്ടോ ഓടുന്നുണ്ട്. രണ്ടുപേരും ഉണ്ടോ? ഞങ്ങൾ 2 പേരും ഓട്ടോ ഓടുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇടയ്ക്ക് മനു അങ്ങനെ. അപ്പൊ നിങ്ങൾ സ്റ്റാൻഡിൽ നേരെ ചൂണ്ടയിടാനായിട്ട് ഓട്ടോ ആണോ അതോ? അല്ലടാ. അല്ല, എങ്ങനെയാണ് അത്? എങ്ങനെയാണ്? നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അപ്പം ഓട്ടം കാണത്തില്ല. മനു വിളിച്ചിട്ട് ലാലെ പോയല്ലോ ചേട്ടാ, എന്നാ പോയേക്കാം. ആലപ്പുഴയില് കൃത്യമായിട്ട് എവിടെയാണ്? ഞങ്ങൾ തകഴി ഓട്ടോ സ്റ്റാൻഡാണ് ഞങ്ങൾ 2 പേരും ഓടുന്നത്. തകഴി ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവരും ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം കുമ്പാരിയുടെയും ലാലിന്റെയും പ്രിയപ്പെട്ടവരായ തകഴി ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ഹായ്. അയ്യോ, ആ ഗ്യാപ്പിൽ ഞാൻ ഒരു അപേക്ഷ കൂടെ. എന്തായാലും നിങ്ങൾ ഹായ് പറഞ്ഞു തുടങ്ങിയല്ലോ. ഈ പത്തനംതിട്ട ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരെല്ലാം കൂടി ഇരിപ്പുണ്ട്. ചെയർമാനും ധൈര്യമുണ്ടോ? ആ ഹരിതകർമ്മ സേനയിലെ അവിടുത്തെ സാർമാർക്കും ചെയർമാനും എല്ലാവരും ചേർത്തൊരു ഹരിതകർമ്മ സേനയിലെ എല്ലാ സാറുമാർക്കും, പത്തനംതിട്ട ഹരിതകർമ്മ സേനയിലെ എല്ലാ സാറുമാർക്കും അവിടുത്തെ എല്ലാ ചെയർമാനും ഞങ്ങളുടെ വക ഒരു വലിയ ഹായ് അറിയിക്കുന്നു. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞല്ലേ,
ഞങ്ങളുടെ കല്യാണക്കുറി കണ്ടിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും ചിരിയായിരുന്നു. അതെന്താ? കാരണം എന്റെ ഒഫീഷ്യലി എന്റെ മനുകുമാരി എന്റെ പേരുള്ള എന്റെ യഥാർത്ഥ പേര് മനു കെ ഉത്തമൻ എന്നാണ്. അവളുടെ പേര് രേഷ്മ കെ ഉത്തമൻ എന്നാണ്. അവളുടെ അച്ഛന്റെ പേര് ഉത്തമൻ എന്നാണ്. എന്റെ അച്ഛന്റെ പേര് ഉത്തമൻ എന്നാണ്. എന്റെ അമ്മയുടെ പേര് ചിത്രലേഖ, അവളുടെ അമ്മയുടെ പേര് ചിത്ര. ശരി, അത് കലക്കി. അപ്പൊ ഇത് ആര് തമ്മിലുള്ള കല്യാണം എന്നൊരു ഡൗട്ട്. അതിപ്പോ ചോദിച്ചു, നീ നിന്റെ അനിയത്തിയാണ് നടക്കട്ടെ. മനുവിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? എനിക്ക് അച്ഛനമ്മ പിന്നെ ചേട്ടനുണ്ട്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. അവരിപ്പോ പത്തനംതിട്ടയിലാണ് താമസം. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടന്റെ പേര് വിഷ്ണു. വിഷ്ണു. പിന്നെ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ബ്രദേഴ്സ്? പിന്നെ അനിയനുണ്ട്. അനിയൻ അനു എന്നാണ് പേര്. അവൻ ആർമിയിലാണ്. ആർമി എവിടെയാണ്? ഇപ്പൊ എവിടെയാണ്? അവനിപ്പോ അരുണാചൽ പ്രദേശ്. അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ മനുകുമാരിയുടെ ഫാമിലിക്ക് ഒരു നല്ല കൈഡി കേട്ടോ. അപ്പൊ താങ്ക് യു. ഞങ്ങൾ ഒരു മാർക്കൊക്കെ കൊടുത്തിട്ട് ചെറിയ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അവളിട്ടിരുന്നാട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ജല്ലിക്കെട്ടിന്റെ മാർക്സ് ഞാൻ എന്തായാലും ഒരു 20 മാർക്ക്. 20,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനും കുറച്ച് പിസിക്കേ കൊടുക്കുന്നുള്ളൂ. ഞാനൊരു 22,000 രൂപ കൊടുക്കും. അപ്പൊ ടോട്ടൽ 42,000 രൂപ ആയിട്ടുണ്ട്. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടുള്ളത്. ടോട്ടൽ എമൗണ്ട് അടുത്ത സിൽവർ പഞ്ച് കിട്ടിയിരിക്കുന്നു. കുമാരി അങ്ങോട്ട് പറ. അല്ല, സത്യം പറഞ്ഞാലേ ശ്രീജുവും കൂടെ അങ്ങ് മാറിയപ്പോൾ ഞാൻ ഓർത്തേ ഫാമിലിയെയും കൊണ്ടുവന്ന് പൊളിഞ്ഞു. ആവശ്യം വന്ന് പറഞ്ഞു കുമ്പാരി നമ്മൾ കളിക്കും. അല്ല, സത്യമായിട്ടും അവര് വന്നിട്ട് സ്കിറ്റ് കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പറയൂ ദീപു. കുമ്പാരിയുടെ ഫാമിലി വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ നമുക്ക് ഞാൻ എന്ന് മൂളിയിരുന്ന ചിലപ്പോൾ റബ്ബർ വിളവഴി അവന് ഓടിയ. എന്തായാലും ചെയ്യുമെന്നുള്ളത് ലാസ്റ്റ് പിന്നെ നമ്മൾ തീരുമാനം എടുത്ത് എന്തായാലും ചെയ്തിട്ടേ പോത്തുള്ളൂ എന്നുള്ളത്. അത് പിന്നെ അത് എന്തായാലും ഇവിടെ കയറുമ്പോൾ ഉള്ളതാണ്, അപ്പോഴും കിട്ടുന്നതാണ്. അതാണ് വർക്ക് എന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത്. ചേട്ടാ, അല്ല ശ്രീജുവിന് സുഖമില്ല എന്ന് പറഞ്ഞതൊരു കാരണം. പിന്നെ അർജുൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ കളിച്ച് കയറ്റി, നീ നിനക്ക് പറ്റും, ആ ഒരു ധൈര്യം. പിന്നെ മനു, ദീപു, രാജേഷ്, വാണവള്ളി, ശശാങ്കൻ, എല്ലാവരും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഉഷാർ ഐറ്റങ്ങളുമായിട്ട് ഇതുവരെ നമ്മൾ സ്കിറ്റിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വിഷയങ്ങളും കോണ്ടന്റുമായിട്ട് വന്ന് ചിരിച്ച് കൊല്ലണം ഞങ്ങളെ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത സ്കിറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ റെഡി അല്ലേ? തീർച്ചയായിട്ടും വിളിച്ചോളൂ. ഡിനീഷേട്ടനുണ്ട്, വിനിൽ ഉണ്ട്, കൂടെ സന്ധ്യ. അപ്പൊ ഒരു കൈഡി 3 പേർക്ക്. അടിപൊളി. ബാബു എനിക്ക് പ്ലേറ്റിന് സമയം. ബാബു ഒന്നിങ്ങോട്ട് വാ ബാബു. ഇത് ഞാനെല്ലാം എടുത്തോണ്ടിരിക്കുവാന്നേ. എല്ലാം ഒന്നിങ്ങോട്ട് വാ ബാബു, പെട്ടെന്ന് പ്ലേറ്റിന് സമയമായി ബാബു. ബാബു ബാബു എന്തിനു ബാബു കരയണ്ട ബാബു? മുതലാളി എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് അമേരിക്കക്ക് പോണേ? അല്ലാതെ എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞ അമേരിക്ക ഇങ്ങോട്ട് വരുമോ ബാബു? ഞാൻ അങ്ങോട്ട് പോയല്ലേ ബാബു, പറ്റത്തല്ല ബാബു. മുതലാളി എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ ബാബു? ഞാൻ മരിക്കാൻ പോവല്ല, അമേരിക്കയിൽ പോവല്ലേ ബാബു? ഇങ്ങനെ ഒന്ന് മോങ്ങാനായിട്ട് ഈ അവസരത്തിൽ തിരിഞ്ഞ് അടൂർ ഭവാനി കളിക്കാതെ പറ ബാബു അങ്ങോട്ട്. മുതലാളി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ എഴുന്നേറ്റ് ഉടനെ ആദ്യം പോയി ഒഴിക്കും. മൂത്രം ഒഴിക്കുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ മൂത്രം ഒഴിച്ചില്ലേലും ചെടിക്ക് വെള്ളം ഒഴിക്കും. വെരി ഗുഡ്. രണ്ടാമത്തെ കാര്യം, പപ്പായ നോക്കണം ബാബു. നോക്കാം മുതലാളി. മൂന്നാമത്തെ കാര്യം, അകത്തെന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് എന്ന് തിരി കത്തിക്കണം ബാബു. ബാബു ബാബു നിന്നോടാണ് പറയുന്നത്, ശ്രദ്ധിക്കുന്നുണ്ട് ബാബു? സാറിന്റെ അമ്മയുടെ ഫോട്ടോയിൽ തിരി കത്തിക്കണമെന്ന് ബാബു. സാറ് പോയിട്ട് തിരിച്ചു വരുമ്പോ നിന്ന് കത്തുന്ന കാണാം. ബാബു വെരി ഗുഡ് ബാബു. ബാബു ഞാൻ അമേരിക്കയിൽ വരുമ്പോ ബാബുന് എന്ത് കൊണ്ടുവരണം ബാബു? മുതലാളി അമേരിക്കന്ന് ഒരു സ്പ്രേ കൊണ്ടുവരട്ടെ ബാബു. വിദേശ സ്പ്രേ ആണോ? വിദേശ സ്പ്രേ അടിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, അടിച്ചിട്ടില്ല. ശീലിക്കാത്തതാ നല്ലത് ബാബു. ബാബു മുതലാളി ഞാൻ പോയിട്ട് വരട്ടെ ബാബു. മുതലാളി പോയിട്ട് വരട്ടെ ബാബു. മുതലാളി പോകുന്ന കാര്യം ഓർക്കുമ്പോ മോതിരോട് ബാബു ഫ്ലൈറ്റിന് സമയമായി പോവട്ടെ ബാബു. മുതലാളി ബാബു മുതലാളി എന്റെ ബാബു എന്റെ ബാബു നിന്നെ പിടിക്കെങ്ങനെ പോകും ബാബു?
പോകല്ലേ മുതലാളി പോകല്ലേ മുതലാളിയില്ല മുതലാളി വന്നേക്കുന്നത് അവന്റെ ചെടിക്ക് ഞാൻ മൂത്രം ഒഴിക്കോ വെള്ളം ഒഴിക്കോ അവൻ കാണുമോ നിനക്ക് ഞാൻ ശരിയാക്കി തരാം പിന്നെ എന്നാ പറഞ്ഞ പപ്പായ മരോ ഈ വീടിന് ചുറ്റും പപ്പായ മരം വെച്ചേക്കുവാ അവനല്ല കൃമികടി വല്ലതും ഉണ്ടോ അയ്യോ തിരി കത്തിക്കാൻ പറ്റിയ ഒരു സാധനം ഓണിക്കാൻ അവസ്ഥയല്ലേ ഇരിക്കുന്നത് എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി 2 വർഷം ഞാൻ ഇവിടെ അടിച്ചു പൊളിക്കും അവൾ എവിടെ എത്തിയെന്ന് ചോദിക്കട്ടെ ഹലോ ഹലോ എവിടെ എത്തിയേ എനിക്ക് സ്ഥലമൊന്നും അത്ര പേടിയില്ല ചേട്ടാ ഒരു അടയാളം പറഞ്ഞാ നീ നിൽക്കുന്ന അടയാളം പറ ചേട്ടാ ഒരു മഞ്ഞ പെയിന്റ് ഇട്ട വീടുണ്ട് എന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കട്ടാ ആ ചെന്ന് കയറിക്കൊടു പണിക്ക് പോകാൻ നിൽക്കുന്ന ബംഗാളികൾ താമസിക്കുന്ന വീടാ എടി വേറെ എന്തെങ്കിലും അടയാളം പറ ചേട്ടാ ഞാൻ നിൽക്കുന്നതിന്റെ വീടിന്റെ നേരെ എതിരെ വലിയൊരു വീടുണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ ഇവിടെ ഉണ്ട് കേറി പോര് ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ രോഹിത് ഞാൻ സ്വപ്നം കണ്ട അതേ സൗന്ദര്യം സത്യം അതെ ചേട്ടാ ഫേസ്ബുക്കിലൂടെ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അതെ പക്ഷേ ഫേസ്ബുക്കിൽ ഷാരൂഖ് ഖാന്റെ ഒരു ഫിഗർ ഒക്കെ ഉണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ അതെ ഫിഗർ ഔട്ട് ഒന്നും പറഞ്ഞൊരു അസുഖം വന്നു അതിനുശേഷം ഇങ്ങനെ അല്ല സ്റ്റെല്ലയും ഫേസ്ബുക്കിൽ ഫേസ് അല്ലല്ലോ അത് മൈൻഡ് ഔട്ട് എന്നൊരു ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക് ആണോ അതാ ഇങ്ങനെ 2 ഔട്ടും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഔട്ട് ഹൗസിലോട്ട് പോയാലോ തമാശ ഈ സമയത്ത് ചോദിക്കുന്നോണ്ടൊന്നും തോന്നല് എന്താ പ്രേമിച്ചിട്ടുണ്ടോ വേറെ സത്യം പറയണോ കള്ളം പറയണോ സത്യം പറയണം സത്യം പറഞ്ഞ ഞാൻ ഒരാളെ 2 മാസം പ്രേമിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു വഴക്കി ചെന്ന് അവസാനിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാനും ഒരാളെ 2 വർഷം ശ്രമിച്ചു അവസാനം പ്രസവത്തിലാ അവസാനിച്ചത് ഞാനും പിന്നെ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അടിപൊളി വീട് ചേട്ടാ ചേട്ടന്റെ സ്വന്തം വീടാണോ ഇത് ഇതൊക്കെ ചെറുത് പാലാരി വട്ടത്തൊരു വീട് തമ്മനത്തൊരു വീട് തൃപ്പൂണിത്തറ ഒരു വീട് ആണോ ചേട്ടാ ഈ വീട്ടിലെ എല്ലാ റൂംസിലും AC വെച്ചിട്ടുണ്ടോ AC ഉണ്ട് വർക്കല്ല വർക്കല്ലല്ല AC ഉണ്ടെന്ന് വർക്കല്ലെന്ന് വർക്കല്ലെന്നല്ലേ പക്ഷെ എന്റെ വീട്ടിലെ എല്ലാ റൂമിലും AC ഉണ്ട് കേട്ടോ എന്റെ അച്ഛന്റെ റൂമിലെ സെൻട്രലൈസ്ഡ് AC ആ ഫിറ്റ് ചെയ്തിരിക്കണ ചേട്ടാ പക്ഷെ എന്റെ അമ്മക്കേ തണുപ്പ് ഒട്ടും വേണ്ട അച്ഛൻ കൂട്ടി വെക്കും അമ്മ കുറച്ച് വെക്കും അച്ഛൻ കൂട്ടി വെക്കും അമ്മ കുറച്ച് വെക്കും കൂട്ടും കുറയ്ക്കും അവസാനം എന്റെ അച്ഛന് ദേഷ്യം വന്നു അമ്മേനെ ഒറ്റ ചവിട്ട് വെച്ചു വിട്ടു അമ്മ ഓലപ്പരയും പൊത്ത് ദാടക്കണം അമ്മ ഓലപ്പരയും പൊത്ത് ദാ കിടക്കണെന്ന് ഓർക്കാപ്പുറത്ത് ദാ കിടക്കണെന്ന് ഞാൻ ഓലെന്നാ കേട്ടോ എന്തോ എന്തോ ദൈവം തന്ന ഇന്നത്തെ ദിവസമാ ഇന്ന് ഈ വീട്ടിൽ നമ്മൾ 2 പേരും മാത്രം ചെന്താമരത്തേനോ വെൺചാമരക്കാറ്റോ മരച്ചോടോ മന്ദാരത്താൾ വരച്ചേരോ മൂട് കളഞ്ഞു ആരായാലും നമ്മളെ മൂട് കളഞ്ഞവനെ ഞാൻ കൊല്ലും ഞാൻ അയ്യോ മുതലാളി കൊല്ലും കൊല്ലുവേ കൊല്ലും നിന്നെയും കൊല്ലും നിന്നെയും കൊല്ലും അതെ ഒരു സംഭവമുണ്ട് എന്താ മുതലാളി പുറത്ത് വന്നിരിക്കുന്നു വീടിന്റെ മുതലാളിയോ നിങ്ങളല്ലേ ഈ വീടിന്റെ മുതലാളി ഞാൻ മുതലാളിയാണ് പക്ഷെ അത് വേറൊരു മുതലാളി വേറെ മുതലാളിയോ എനിക്കൊരു അബദ്ധം പറ്റി എന്താ ഈ വീടിന്റെ ഒറിജിനൽ മുതലാളി വെളിയിൽ വന്നിക്കുക പറ്റിക്കരുത് മനുഷ്യ ഒരു പെണ്ണിനെ വീട്ടിൽ കെട്ടിന്ന് പറഞ്ഞാൽ പുള്ളി വെടിവെച്ച് കൊല്ലും അതുകൊണ്ട് ഞാൻ ഒരു കളി കളിക്കാൻ പോവാ എന്ത് കളി എന്റെ കൂടെ നിന്നോണം ഇല്ലെങ്കിൽ ഇതിലെ കൊല്ലും നോക്കി നിൽക്കാതെ എടി ഇങ്ങോട്ട് വാടി ബെഡ്ഷീറ്റുകൾ നല്ല ബെഡ്ഷീറ്റുകൾ എന്റെ വീട്ടിനകത്താണ് ബാബത്തിന്റെ ബെഡ്ഷീറ്റ് കച്ചവടം ബാബ മുതലാളി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ
ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എനിക്ക് ഒരു അബദ്ധം പറ്റി. 11-ാം തീയതി രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. 10-ാം തീയതി രാവിലെ 11 മണിക്ക് ചെന്ന് കയറി കൊടുത്ത് അവരെന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ബാബു. ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ? അതെ ബാബു. അപ്പൊ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കും, ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ തിന്ന് തീർത്തു. എനിക്ക് തരുകയായിരുന്നു ബാബു. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പാഴ്സൽ മേടിച്ച് തിന്നിട്ടാ ബാബു വന്നത് കേട്ടോ ബാബു. പാഴ്സൽ കണ്ടു ഓടിച്ച് തലയിൽ ഇരുത്തി കേട്ടോ ബാബു. ഞാൻ വന്ന് നല്ല ക്ഷീണമുണ്ട്, ഞാൻ അല്പം പോയി കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം ബാബു. അതത് പറയാതിരിക്കുവായിരുന്നു. എവിടെ പോവേ? എവിടെ പോവേ? ഉള്ളി കൊല്ലുമെന്ന് കണ്ട കൊല്ലണേ കൊല്ലട്ടെ, ഞാൻ എവിടെ പോവേ? ഞാൻ നിങ്ങളെ ഭാര്യയാ. ഇല്ല, ഞാൻ പോകത്തില്ല. നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. പോവാനാ? ഞാൻ പോകത്തില്ല മനുഷ്യ. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഈ വീട് ഇനി എന്റെയും കൂടെ വീടാ. ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഇനി എന്റെ ജന്മത്തിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആളാവണ്ടോ എന്റെ ജീവിതം? അയ്യോ, ഞാൻ പോകൂല. ബാബു, ആരാ ബാബു ഇത്? പറ ബാബു, ഏതാ ബാബു ഈ ചിഞ്ചിൽ അടിക്കണ പാവ? പറ ബാബു, ഏതാ ഈ ചിഞ്ചിൽ അടിക്കുന്ന പാവ? മുതലാളി കൊണ്ടുവന്നല്ലേ? ആരാ ബാബു എവളെ? സത്യം പറ, ആരാ ബാബു എവളെ? എനിക്കറിയത്തില്ല. ആരാ ഇത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ച് ആദ്യം പൊക്കുന്ന ധാരണയായിരിക്കും. എന്നെ കയ്യും കഴിക്കണം നിൽക്കവിടെ. അങ്ങോട്ട് മാറി കഴി. സത്യം പറ, ആരാണ് നീ? ആരാണ് നീ? ചെല്ലമ്മ. മലയാളത്തിൽ പറയടി. ചെല്ലമ്മ. രോഹിത്. ആര്? രോഹിത്. നോ, ബാബു. ബാബു, എവിടെ അറിയാവോ? നീ എന്തിനിവിടെ വന്നോ? സത്യം പറയണോ കള്ളം പറയണോ? കള്ളം പറയാൻ മണ്ടടിക്കാൻ പോളനാളെ. സത്യം പറയാൻ എന്തിനിവിടെ വന്നോ? സാറേ, ഇയാളെന്നെ ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് എന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതാ സാറേ. ബാബു, വേറെന്തൊക്കെ പറഞ്ഞോ? ഈ വീട് ഇയാൾക്കുള്ളതാന്നാ പറഞ്ഞത്. ബാബു, സോറി. അതുമല്ല, ഈ ഫോട്ടോ ഇരിക്കുന്ന അമ്മച്ചി ഇയാളുടെ എന്നാ പറഞ്ഞത്. ഓ മൈ മമ്മി. ബാബു, ബാബു, കളിച്ചേക്കാൻ മതി. ഇറങ്ങ. എവിടെ? വെളിയിൽ പൊക്കോ. സാറ് പറഞ്ഞില്ല, ഇറങ്ങി പോടി. അങ്ങനെ പോവാനല്ല ഞാൻ വന്നത്. ദേ, എന്റെ ഭർത്താവിനെയും 2 മക്കളെയും കളഞ്ഞിട്ട് പതിവ്രതയായ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുകയും ചെയ്യും. തന്നെ ഞാൻ അഴി എനിക്കടോ. ഞാൻ ഇവിടുത്തെ സ്ഥല SP, കമ്മീഷണർ, സുപ്രീം കോടതി, ഹൈക്കോടതി എവിടെയെല്ലാം പോകുമോ അവിടെ എല്ലാം ഞാൻ പോകും. ഒന്നും എനിക്ക് പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇയാളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാനൊരു കയറിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കൂടോ. ഇയാൾക്ക് ഞാൻ വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കൂടോ. വധശിക്ഷ. മുതലാളി, ഒരുത്തൻ ചാകുന്നതിന് പ്രോത്സാഹനം കൊടുക്കുവാണോ? കൈയടിച്ച് പ്രോത്സാഹനം കൊടുത്തല്ല ബാബു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ബാബുവിന് അറിയാമോ ബാബു? ഇന്ന് ശനിയാഴ്ച സിനിമയുണ്ട് ടിവിക്കകത്ത്. അല്ല, പിന്നെ ഇന്നത്തെ ദിവസം ആരൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല ബാബു. എന്താ മുതലാളി? ഇന്ന് ബാബുവിന്റെ പിറന്നാളാണ് ബാബു. ഇത് ഞാൻ ബാബുവിനൊരു ഫ്രാങ്ക് തന്നതാണ്. കുറച്ച് നാളുകളായി ഞാൻ ആലോചിക്കുന്നതാണ് ബാബു. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത പെണ്ണ് ഞാൻ സാറിന്റെ കമ്പനിയിലെ സ്റ്റാഫ് സ്റ്റെല്ല. എങ്ങനെയുണ്ട് ബാബു എന്റെ പ്രാങ്ക്? മുതലാളി, ഇത് പ്രാങ്ക് അല്ല, മുഴുത്ത പ്രാന്തായി പോയി കേട്ടോ. ബാബു, ഹാപ്പി ബർത്ത്ഡേ ടു യു ബാബു. ഒരു നല്ല കൈഡി, നല്ല സ്കിറ്റ്. പ്രചോദേട്ടാ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഗൈഡ് തരുന്നത് ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്റ്റബിൾ അല്ലാത്തൊരു നല്ല ക്ലൈമാക്സിലേക്ക് നിങ്ങൾ എത്തിച്ചു. അതിനൊരു ഉഗ്രം ഗൈഡ് തരുന്നു. നല്ല രസമുള്ള കൗണ്ടറുകളായിരുന്നു. പിന്നെ എനിക്ക് ചെറുതായിട്ട് തോന്നിയത് സന്ധ്യ വന്നപ്പോൾ ദിനീഷിന് ഒരു ചെറിയ സന്ധ്യയായിട്ട് റിഹേഴ്സലൊക്കെ എന്തെങ്കിലും അങ്ങനെ ഇതുണ്ടായിരുന്നോ? പേടിയുണ്ടോ സന്ധ്യ വന്ന് നിൽക്കുമ്പോൾ? അല്ലേ, ചെറിയ ചെറിയ സാധനങ്ങളൊന്ന് സ്ലിപ്പായി പോയി. അത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രസമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. ഷാജോൻ ചേട്ടാ? നന്നായിരുന്നു. നല്ല സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു എന്തൊക്കെയോ ഒരു മിസ്സിങ് ആയിട്ട് നമുക്ക് തോന്നി. പ്ലാൻ ചെയ്തത് പറയാൻ പറ്റാത്ത പോലെയൊക്കെ ഒരു ഫീൽ തോന്നി. വേറെ ഒന്നും നമുക്ക് തോന്നുന്നില്ല. വിനിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിരുന്നില്ല. വിനിൽ ആ ക്യാരക്ടർ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അത് നന്നായിട്ട് കീപ്പ് ചെയ്തു. ആദ്യം മുതൽ തന്നെ വിളിയും കാര്യങ്ങളും കുറേ നാളുകൂടിയാണ് വിനിലിൻ്റെ നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റിയത്. നന്നായിരുന്നു. സന്ധ്യ ഉഗ്രനായിരുന്നു കേട്ടോ. നന്നായിരുന്നു. കാര്യം സന്ധ്യ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഒരു വലിയ കാര്യമല്ല സന്ധ്യയെ സംബന്ധിച്ച്. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. ഓവറോൾ നോക്കുമ്പോൾ ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പ്രചോദ് പറഞ്ഞ പോലെ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും ചിന്തിച്ചേ ഇല്ല. അപ്പോൾ എന്തായാലും സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കാൻ രസമുള്ളൊരു സ്കിറ്റ് തന്നെയായിരുന്നു. ഗംഭീര പൊട്ടിച്ചുകളുമായിട്ട് അടുത്ത് കാണും പറഞ്ഞു. ഓക്കെ, ഓൾ താങ്ക് യു ചേട്ടാ. കൊള്ളായിരുന്നു കേട്ടോ. രസമുള്ള സാധനമായിരുന്നു. നിന്റെ ആ ഒരു ചേഞ്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ.
വിനില് നല്ല രസമായിട്ട് ചെയ്തു. ഭയങ്കര രസമായിരുന്നു ആ ബാബു. പക്ഷെ എവിടെയൊക്കെയോ എന്തോ ചെറിയ ചെറിയ പൊടിപ്പും നുങ്ങലും കുറവുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എങ്കിലും വളരെ മനോഹരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഹാപ്പിയായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോ ബാബുവിന്റെ മാർക്സ് നസീർക്ക എത്ര കൊടുക്കാം? ഞാനൊരു 10 രൂപ കൊടുക്കോടാ. 10,000 രൂപ. ഷാജോൻ ചേട്ടാ? ഞാനും ഒരു 10,000 രൂപ കൊടുക്കും. ടോട്ടൽ 20,000 രൂപ ആയിട്ടുണ്ട് ബാബുവിന്. ചേട്ടാ പിടിച്ച ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. തെറ്റില്ലാത്ത മാർക്കാണ്. പക്ഷെ നമുക്കിത് പോരാ, നമുക്ക് ഇനിയും വേണം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറെ. ഷാജോട്ടില്ലായിരുന്നപ്പോ ഇവിടെ ഒരു പുതിയ ടീം വന്നു, ടീം JCB. കൊള്ളാലോ, ഗടാഗടിയും ടീം. വിളിക്കട്ടെ? ജോയ് ചേട്ടനുണ്ട്, ചിഞ്ചു റാണിയുണ്ട്, ബിനുരാജ്. ലെറ്റ്സ് വെൽക്കം ടീം JCB. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം, ഉണരുമ്പോഴൻ കണിയാകേണം, ഉണർന്നാൽ പിന്നെനിക്കുണർവേ. എന്താ ചുണ്ട് പൊള്ളി, ചൂട് കേട്ടോ. മാഷേ, മാഷ ചായ കുടിക്കും മാഷേ. ഞാൻ ഇതിലേക്ക് ഒരു സ്ട്രോ ഇട്ട് തരാം, അപ്പൊ മാഷിന് വലിച്ചു കുടിക്കാമല്ലോ. എന്റെ അണ്ടനാളം കൂടെ പൊള്ളിക്കാനാണ്. മാഷേ സമയം ഒരുപാടായി, സ്കൂളിൽ പോകാൻ റെഡി ആകും മാഷേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മാഷിന്ന് പല്ല് തേക്കാൻ പോവാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പല്ലിയാക്കില്ലാട്ടോ. അല്ലേ എന്നും തേക്കുന്ന പോലെ പെണങ്ങല്ലേ മാഷേ? എടി അതല്ല, ഒരു മാതൃകാ അധ്യാപകൻ എന്ന നിലയിൽ എന്റെ സ്കൂളിൽ വഴിതെറ്റുന്ന കൗമാരങ്ങൾ എന്ന വിഷയം ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഞാനാണ് എടുക്കുന്നത്. എന്തടി നിനക്കൊരു പുച്ഛം? അല്ല, ഈ വെന്ത ചുണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സുന്ദരനും സുമുഖനുമായ എനിക്ക് ദൈവം എന്തിന് ഇത്രയും സൽസ്വഭാവം കൂടെ തന്നെന്ന് ഏതെങ്കിലും ഒന്ന് കുറയ്ക്കായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ആഴ്ചയിൽ 7 ദിവസവും ഞാൻ വ്രതമെടുത്ത് അമ്പലത്തിൽ പോകുന്നില്ലേ, അതിന്റെ അനുഗ്രഹം എന്റെ മാഷിന് കിട്ടുന്നേ. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. നമുക്കൊരു മോനല്ലേ ഉള്ളൂ. അവൻ എവിടെയെങ്കിലും കൊണ്ടാക്കണോ? അയ്യോ അതല്ല, കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വല്ലാത്തൊരു കൊതി, ഒരു കുഞ്ഞിക്കാലൂടെ കാണാനായിട്ട്. ശരിക്കും? അതെ, എന്റെ മുത്തിന് ഒരു കുഞ്ഞിക്കാലിന് പകരം ഞാൻ 2 കുഞ്ഞിക്കാല് കാണിക്കും. ഇതാണ് ഇഞ്ചി പറിച്ചുകൊണ്ട് ഇവിടെ വെച്ചേ. ഇത് ഇഞ്ചി പറിച്ചു വെച്ചത് എന്റെ കാലാണ്. എന്റെ മാഷേ, മാഷൊന്ന് കുളിക്കാൻ നോക്ക് പോയി. ചൂടുവെള്ളം റെഡിയായ? എന്റെ ബാലൻ മാഷേ, മാഷിന് ഇതൊക്കെ അങ്ങ് ചെയ്തുകൂടെ? എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ പേരെന്താണ്? ബാലൻ. ബാലൻ. അപ്പൊ ഞാൻ ജോലി ചെയ്താൽ നിനക്കല്ലേ കുഴപ്പം? എന്ത് കുഴപ്പം? എടി, ബാലവേല നിരോധിച്ചിരിക്കാണ് ഇവിടെ. ഒരു ബാലൻ ഒന്ന് പോയി കുളിച്ചിട്ട് വാ മാഷേ. മാഷിന്റെ ഒരു കാര്യം, കുട്ടികളുടെ സ്വഭാവ വെറും പൊട്ട കുട്ടികളുടെ. രാവിലെ പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ മടിയാ. മാഷിന്റെ ഫോണാണല്ലോ, മെസ്സേജോ? എന്താടാ കള്ള, നീ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാഞ്ഞേ? ഇന്ന് വിളിക്കുവോ? എപ്പോഴാ വിളിക്കുന്നേ? എങ്ങനെ വിളിക്കാന്? ബോവനും മോളിയിലെ പട്ടിയെ പോലെ കൂടെ നടക്കയില് ഒരെണ്ണം. വരുമ്പോഴേ ഞാൻ പറഞ്ഞ കൺമഷും ചാന്തും വളയും ഒക്കെ വാങ്ങിയിട്ട് വരണേ. പിന്നെ ഞാൻ കൊണ്ട് തരാതിരിക്കുവോ? ഇതുവരെ ഞാൻ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം തരാതിരുന്നിട്ടുണ്ട്? എന്റെ കള്ളൻ, എനിക്കൊരു പാട്ട് പാടി തരുവോ? അതെ, ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പാട്ടുകളൊന്നും എനിക്ക് പിടിക്കില്ല. ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ. ഏതായാലും ആ വായിൽ നിന്ന് എനിക്കൊന്ന് കേട്ടാ മതി. ജാരിത്തമ്മേ എന്നെ കോഴിക്കൊത്തല്ലേ, കോഴിക്കൊത്തിയാലോ എന്റെ മാല പൊട്ടൂലേ, മാല പൊട്ടിയാല് എന്നെ അമ്മ തല്ലൂലേ, അമ്മ തല്ലിയാല് എന്റെ ചങ്കു പൊട്ടൂലേ, അമ്മ തല്ലിയാല് എന്റെ ചങ്കു പൊട്ടൂലേ. കുളിച്ച് ബാ കിടത്താം. ബാത്റൂമിൽ പോവാൻ മറന്നോന്നൊരു സംശയം. അതങ്ങ് മറന്നേക്ക്. എടി, എന്റെ ഫോൺ എടുക്കാൻ ആര് പറഞ്ഞു? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോൺ എടുത്ത് എന്തിന്? ആര് പറഞ്ഞത് എന്റെ ഫോൺ എടുക്കാൻ? ആര് പറഞ്ഞത്? എവിടെ വടി? അവിടെ ആര് പറഞ്ഞത് എന്റെ ഫോൺ എടുക്കാൻ? എന്താണ് എന്റെ ഫോൺ എടുത്തത്? ആരായി പ്രിൻസിപ്പാള്? ഒരു സ്കൂളിന്റെ പ്രധാന അധ്യാപകനാണ് പ്രിൻസിപ്പൽ. അതുപോലും അറിയില്ലല്ലേ? ഈ പ്രിൻസിപ്പാള് എന്നു മുതലാ കൺമഷീൻ ചാന്തും പൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഉടുക്കു കെട്ടാനല്ല പറഞ്ഞത്, മറുപടി പറയാനാ പറഞ്ഞത്. ആലോചിക്കട്ടെ.
താൻ ആലോചിക്കണ്ട, സത്യം പറ, ആരായി പ്രിൻസിപ്പാള്? പ്രിൻസി എടപ്പാൾ. ഇവിടെ നടന്ന കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞോണ്ടല്ലോ. മൂന്നാമതൊരാൾ അറിയരുത്. നിങ്ങൾ എന്നെ ഇത്രയും നാളെ ചതിക്കായിരുന്നല്ലേ? ഈ ബാലമാഷിന്റെ മുഖത്ത് വേണ്ടി കൈ കൊണ്ട് സംസാരിച്ചോണ്ടില്ല. സോറി മാഷേ, അറിയാതെ പറ്റിപ്പോയതാ. ഇത്തരം സന്ദർഭങ്ങൾ ബുദ്ധിയുള്ള ഏതൊരു അധ്യാപനം ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ള എന്താ? എസ്കേപ്പ്. ഇങ്ങോട്ട് ഇറങ്ങടോ. എടാ ഇങ്ങോട്ട് ഇറങ്ങാൻ. പിന്നെ എടോ താൻ ഇങ്ങോട്ട് ഇറങ്ങി വരണോ, ഞാൻ അങ്ങോട്ട് കയറി വരണോ? എടി നിന്റെ തലവല്ലോ തൊട്ടാണ്ട് പറ്റത്തില്ല. അപ്പൊ കുഞ്ഞു നിനക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇത് തന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. പിന്നെ എടോ ഇങ്ങോട്ട് വരാൻ. ദൈവമേ, ആ പ്രിൻസിപ്പാൾ എന്റെ സാറിനെ പിഴപ്പിച്ച്, ആ പ്രിൻസ് എന്റെ സാറിനെ പിഴപ്പിച്ച് ഇങ്ങനെ ഞാൻ ശരിയാക്കും. ആരാണോ അച്ഛമ്മ? ആരാണോ ഡിയോ? അപ്പൊ പിയൂൺ ആരാണോ? ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവനും നിങ്ങൾ അവിഹിതത്തിന് ഉപയോഗിക്കും അല്ലേ? നോക്കിക്കോ, ഈ വീടിന്റെ ഉത്തരത്തില് ഞാൻ കെട്ടി തൂക്കി ചാവോടോ. ഈ വാർത്ത വീട്ടിൽ എവിടെ ഉത്തരം? എങ്കിൽ ഫാന് കെട്ടി തൂക്കി ചാവും ഞാൻ. ഈ വീട്ടില് സീലിംഗ് ഫാൻ ഉണ്ടാ? ഇതെല്ലാം അപ്പൊ മനഃപൂർവ്വം കരുതിക്കൂട്ടിയതാണ് ഈ വീട് വെച്ചല്ലേ? അതാണ് എന്റെ ദീർഘവീക്ഷണം. നോക്കിക്കോ, എന്റെ ശവം ഞാൻ തന്നെ കൊണ്ട് തീറ്റിക്കും. ഞാൻ വെജിറ്റേറിയൻ ആണ്. കുഴപ്പമായ എന്റെ ദൈവമേ, നാട്ടുകാർ അറിഞ്ഞ ആകെ പ്രശ്നം. ഇത്രയും കാലത്ത് എന്റെ അധ്യാപന ജീവിതം എല്ലാം തകർന്ന്. അയ്യോ, അമ്പളിക്കുട്ടനെ ഒന്ന് വിളിക്കാം. എടാ അമ്പളിക്കുട്ട, നീ എവിടെയാടാ? എടാ ഞാൻ താണ്ട അമ്പലത്തിൽ പോയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. അമ്പളിക്കുട്ട, നീ പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് വാടാ. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. എടാ ഞാൻ എന്റെ വീടിന്റെ വാതിക്കലുണ്ട്. അയ്യോ വാ. എന്ത് പ്രശ്നം? പിടിച്ച് ചാറ്റി പിടിച്ച്. എടാ നിനക്ക് നല്ല ഒന്നാം തരം ജോലിയുണ്ട്, ഇഷ്ടം പോലെ ശമ്പളമുണ്ട്, പിന്നെ എന്തിനാ ഈ വാറ്റാൻ പോകുന്നത്? അയ്യോ എന്റെ വാറ്റി പിടിച്ചെന്നല്ല, എടാ എന്റെ ഫോണിലെ ചാറ്റ് അവള് പിടിച്ച് ആകെ കുഴപ്പമായി. ഇത് അവളിപ്പോ വീട്ടിൽ പോകാൻ പോണ്, എന്നെ കളഞ്ഞിട്ട്. നിന്റെ പേരിൽ ഞാൻ ഈ നമ്പറുകൾ മാറ്റി പിടിച്ചിട്ട് ഓരോ പേരിൽ അങ്ങോട്ട് ചൂണ്ടി തിരിച്ചിട്ട് ചാറ്റ് ചെയ്യൂല. നിന്റെ പേരിൽ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അനി എന്റെ പേര് ചാറ്റ് ചെയ്തതിന് എന്താ പ്രശ്നം? എന്തോ അമ്പിളിക്കുട്ടൻ, ഒരു കുഴപ്പമില്ല. നിന്റെ അമ്പിളിക്കുട്ടന്റെ കുട്ടനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്ത് വിശ്വസിച്ച് നിന്റെ കൂടെ ഒക്കെ സഹകരിക്കൂടാ? അല്ല നീ ഇത് എങ്ങനെയാണ് ചാറ്റ് ചെയ്തതെന്ന് പറ. എന്തൊക്കെയാണ് ചാറ്റ് ചെയ്തത്? എടാ ഒന്നുമില്ലടാ, ചുമ്മാ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ്, കുളിച്ചോ കഴിച്ചോ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ഒരു ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് കണ്ടോണ്ടൊന്നും ഭാര്യ വണങ്ങി പോകത്തില്ല. ഇത് വേറെ എന്തോ സംഭവം. നീ എന്റെ സത്യം പറ. ഞാൻ ഉള്ള കാര്യം പറയാം. ഒരു 3 ഉമ്മ കൊടുത്ത്. ടെക്സ്റ്റ് മെസ്സേജാ വോയിസ് മെസ്സേജാ? വോയിസ്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്ര? പരിഹാരം എന്ന് പറയുമ്പോ എടാ ഇവിടെ തെക്ക് എവിടെയാണ്? നീ ഇപ്പൊ എന്നെ തെക്കോട്ട് എടുക്കാൻ വന്നതാണോ? എടാ അതല്ല, തെക്കോ വടക്കോ ഒരു നീരുറവയുണ്ടോ? ഇവിടെ കിഴക്ക് മാറിയിട്ട് ഒരു പൊട്ടക്കിണറുണ്ട്. ഒന്നും നോക്കണ്ട, പുല്ല അത് ചാടി നീ ചാവാ. ഇത് പറയാനാണ് അങ്ങോട്ട് വിളിച്ച. എടാ എനിക്കൊരു വഴി പറഞ്ഞാടാ. ഞാൻ ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ, പിന്നെ ഒരു നാട്ടുമര്യാദ അനുസരിച്ച് നിന്റെ ശ്രീമതി ഒന്ന് വിളി. ലേഖേ അവള് പറഞ്ഞടാ, എല്ലാ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞടാ. എനിക്കിപ്പോ മോഹൻലാൽ പറഞ്ഞ ഡയലോഗാ ഓർമ്മ വരുന്നേ. എന്തോന്ന്? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനടാ നാട്ടിൽ തേടി കിടക്കുന്നത്? ഇതുപോലൊന്നും വീട്ടിലുണ്ടായിട്ടാണോ കണ്ട പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്തു? നീയൊക്കെ വെള്ളമിറങ്ങാത്ത ചാപത്തെ ഉള്ളടാവേ. അതെ കുട്ടി, ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ വന്നാ നിന്റെ ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. അല്ലേടേ എന്റെ ചെവിക്കൽ വിട്ടിരിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിൻ്റെ കൂടെ ഒക്കെ എങ്ങനെയാ പൊറുക്കുന്നത്? അല്ലെ നിങ്ങൾ കുടുംബമായി കുട്ടികളായി സന്തോഷമായിട്ട് ജീവിക്കേ. കണ്ടത് സന്തോഷം, വല്ലപ്പോഴൊക്കെ വിളിക്കണം കേട്ടാ. എവിടെ പോവാ? നീ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. അതെ, സത്യത്തിൽ ഇവിടെ എന്തോ പ്രശ്നം. ഇങ്ങനെയൊക്കെ ഈ വയസ്സാം കാലത്ത് കണ്ട പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല വല്ല കാര്യമുണ്ടോ? നിനക്ക് വയസ്സാം കാലത്ത് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടോ? ഒരു അബദ്ധം പറ്റിപ്പോയി, നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യും. അബദ്ധം പറ്റിപ്പോയത്? അതെ, അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധവോ? എടാ ഇങ്ങേരുടെ സ്ഥാനത്ത് എനിക്ക് അയ്യോ ഒരു അബദ്ധം പറ്റിയെങ്കിൽ അങ്ങനെ സഹിക്കുവോടാ? സഹിക്കുമല്ലോ. അവൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കുമായിരുന്നു. അതെന്റെ ഭാര്യയല്ലേ? അതും എന്റെ ഭാര്യയല്ലേ? ഞാൻ നിന്റെ ഭാര്യയാണോ? അല്ല, ഞാൻ അവന്റെ ഭാര്യയല്ലേ? ഒന്നുമില്ലെങ്കിലും അങ്ങേരുടെ ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേടാ ഞാൻ. എന്നോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോടാ? നിന്റെ മോനെ പഴം വിഴുങ്ങി വെച്ചോക്കുന്നോടാ. അവള് പറഞ്ഞ മറുപടി പറയടാ. എടാ നീ ഇതിന് മറുപടി പറയാതെ ഇവിടുന്ന് പോയാ നീയും എന്റെ തല്ലി മേടിക്കും. നിന്റെ അണ്ണാക്ക് പഴം മറുപടി. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? രാവിലെ അമ്മ പറഞ്ഞത് അമ്പലത്തിൽ പോട്ടും മര്യാദയ്ക്ക് വീട്ടിൽ ചെല്ലണേ. കപ്പ പുഴുങ്ങിയതും മീൻകറി ഇരിപ്പുണ്ട് തിന്നോണ്ടിരിക്കുന്നു. നിന്റെ കൂടെ ഇയാൾ എന്ന് കൂട്ടു തുടങ്ങി അന്ന് മുതൽ ഇയാൾക്ക് ഈ സ്വഭാവം എല്ലാം തുടങ്ങിയത്. അതെ സഹോദരി, ഞാനൊരു കാര്യം പറഞ്ഞോട്ട് ക്ഷമയോടെ കേൾക്കുക. ഇന്ന് ലോകത്ത് 99% ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 50% ആൾക്കാരും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്.
അതിൽ 25% ആൾക്കാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ട പെണ്ണുങ്ങളുമായിട്ടും ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാർക്കൊക്കെ വേണ്ടി ഇവിടെ കിടന്നുള്ള അടി ഞാൻ വാങ്ങിച്ച് കെട്ടേണ്ട കാര്യമുണ്ടോ? ഇതെന്നാടാ 1 കിലോ സവോള നിന്നെ വിളിക്കുന്നോ? അതെ, എല്ലാവരും രഹസ്യമായിട്ട് പെണ്ണുങ്ങളുടെ നമ്പർ സേവ് ചെയ്തേക്കുന്നത് അവരൊരു തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. ഈ അധ്യാപകൻ, പ്രിൻസിപ്പാള്, HM, DO അങ്ങനെയല്ലേ സേവ് ചെയ്തേക്കുന്നത്. ഞാൻ എന്റെ തൊഴിൽ പലചരക്ക് കച്ചവടം, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പേരിട്ടേക്കുന്നു സവാള. അപ്പൊ ഈ 1 കിലോ സവോള എഴുതേക്കുന്ന ആരാടാ? അയ്യോ, ഇത് സവാളയല്ല, സരള. നല്ലൊരു കൈയടി, നല്ല സ്കിറ്റ്. പ്രചോദേട്ടാ. ജോയി ചിഞ്ചുറാണി ബിനുരാജ് നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. അതായത് നല്ല വൃത്തി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വെടിക്കെട്ട് സ്കിറ്റ് ഇവിടെ ചെയ്ത് വെടിക്കെട്ട് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ 3 പേരിലും ടെൻഷൻ കുഴപ്പമുണ്ടായിരുന്നു. ആ ടെൻഷനായിരുന്നു ചില ഡയലോഗ്സ് ഒക്കെ മാറി പറഞ്ഞ് പെർഫെക്ഷൻ ഇല്ലാതെ പോയി. അടുത്ത പ്രാവശ്യം ദിവസത്തേക്കാണ് ഓൾ ദിവസം 3 പേർ. താങ്ക് യു പ്രചോദേട്ടാ. നല്ലപോലെ റിഹേഴ്സൽ ചെയ്തിട്ടില്ല, അവിടെയാണ് നിങ്ങൾക്ക് ഇന്ന് പ്രശ്നം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അത് പാടില്ല. അടുത്ത പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് ചെയ്യുക. 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാട്ടോ, വെടിയും പുക ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അത് കുറച്ചൊരു ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ. നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങൾ പ്ലാൻ ചെയ്തോലെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂമേഴ്സ് പറഞ്ഞതുപോലെ ഇത് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഇതൊരു നല്ല സ്കിറ്റ് ആയേനെ. കാര്യം അതിനുള്ളൊരു ഒരു കോണ്ടന്റ് അതിനകത്തുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടോ നിങ്ങളുടെ ടെൻഷൻ കൊണ്ടോ ഒക്കെ പറ്റിപ്പോരും. കുഴപ്പമില്ല, ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ വരുമല്ലോ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരിയായിട്ട് വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ എത്ര? ഞാനൊരു 6000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനും ഒരു 6000 രൂപ. ടോട്ടൽ 12000 രൂപ. നസീർക്ക? ഞാനും കുറയ്ക്കുന്നില്ല, എൻ്റെ അത് കൂട്ടിയതാണ്ട് ടോട്ടൽ എമൗണ്ട് 20000 രൂപ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല കുറവാ. പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്കിത് പോരാ, ഇതിന്റെ ഇരട്ടി വേണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്കിറ്റ് ഒരുപാട് താഴെ നിൽക്കണ്ട, ഒരു ആവറേജിൽ അല്ലെങ്കിൽ അതിന് മേളിൽ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അധികം ചാറ്റിങ് വേണ്ട കേട്ടോ. പതിപോലെ ചിരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. സുഖമായിട്ട് കിടന്നുറങ്ങുക, നല്ല ഉഷാറായിട്ട് ചിരിക്കാൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.